MRC ഗ്യാങ്ങിലേക്ക് എൻട്രി ഇട്ടാൻ എന്താ ചെയ്യണ്ടേ? എൻട്രി ഇട്ടാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മളൊരു 1-2 റിക്രൂട്ട്മെന്റ് എടുക്കും. എഡിറ്ററും കൂടി ഇനിയിപ്പോ അല്ല എഡിറ്റർ അല്ലാണ്ട് ഒരു 10 ആൾക്കാരാക്കണം എന്നാണ് എന്റെ ഒരു. വേറെ ഗാങ്സ് ഉണ്ട് കുറച്ച്. TV ഗ്യാങ് അല്ല അറിയോ? ഈഗിളുടെ ഗ്യാങ്. അതായത് അവര് റിയൽ ലൈഫിലല്ല ഗെയിമിലെ ഗ്യാങ്. പക്ഷെ അവര് ഗ്യാങ്ങിൽ 10-35 ആൾക്കാരുണ്ട്. ഗ്യാങ്ങിൽ കുറെ ആൾക്കാർ നല്ലതാ. പക്ഷെ എനിക്ക് അത്യാവശ്യം ഒരു 15 ആളെല്ലാം നമുക്ക് ആക്കാവുന്നല്ലേ? 15 ആളാ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ 1-2 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ 10-35 ആൾക്കാരെല്ലാം ആവും ഗ്യാങ്. പറയാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാം അല്ല. നമ്മളെ എല്ലാം വെറൈറ്റി ആൾക്കാരുണ്ടല്ലോ. വക്കീല് കോടതി പോയ പിന്നെ ആള് അങ്ങനല്ല. നമ്മുടെ ഗ്യാങ്ങിൽ വക്കീലുണ്ട്, ബോഡിഗാർഡ്, അങ്ങനെ പല ആളുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ. വക്കീല് വീട്ടിൽ വന്നാ വേറെ അല്ല 9 to 5 പ്രൊഫഷണൽ ടൈമാണ്. അതിനുശേഷം ചില്ലിങ് വിത്ത് ദം. അതാണ് നോർമലി. തിരിഞ്ഞു നോക്കണ്ട. ഇല്ല നമുക്ക് എന്ത് സീൻ ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം കല്യാണം കഴിക്കണം എന്നുള്ള. നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളൂ. നിങ്ങൾക്ക് കണ്ണൂരല്ലേ? നമ്മള് പറഞ്ഞു ഇവ എന്തിനാ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കാൻ അറിയോ? കണ്ണൂരാകുമ്പോ വീട്ടിൽ തന്നെ നിൽക്കാലോ. ഫുഡ് അടിക്കുക കണ്ണൂർ സൽക്കാരം നോക്കിയില്ലേ? അതൊക്കെയാണ് കോൺസെപ്റ്റ്സ് അല്ലേ? ഓക്കെ. അതുപോലെ മുനുവിന്റെ കോൺസെപ്റ്റ്സ് എങ്ങനെയാ? ഗേൾ ഫ്രണ്ടിനെ പറ്റിയുള്ള സങ്കല്പം ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നീ ചിന്തിക്കാറുണ്ടെന്നൊക്കെ അറിയാം. കള്ളത്തരം പറയണ്ട. എനിക്ക് ഗേൾഫ്രണ്ട് ആക്കാനാണോ താല്പര്യം അതോ നേരെ കല്യാണം കഴിക്കാനാണോ? എങ്ങനെ അതിന്റെ കോൺസെപ്റ്റ്? ആദ്യം ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവുകയല്ല പിന്നെ ലൈഫ് മൊത്തം മുമ്പോട്ട് പോകണ്ടല്ലേ? ആദ്യം ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവുമെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെ കോൺസെപ്റ്റ്സ് ഉണ്ടാവില്ല. എന്തിനാ ഇപ്പഴും തൊപ്പിനോ അടുത്ത് പറയാൻ പോകുന്ന നോക്കിയറിയാം. ഞാൻ കളിയാക്കുവാണ്ട് ഞാൻ നോക്കുമ്പോ പറയലോ. 10-15 കൊല്ലമുള്ള ബന്ധാ. ഞാൻ എന്താ ചെയ്യാൻ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവും. അല്ല ഞാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മുന്നുവിന്റെ കല്യാണം വരും. പിന്നെ അത് ശരിയാ. വക്കീലിന്റെ കല്യാണം ഗ്രാൻഡ് ആക്കണ്ട നമുക്ക്. പിന്നെ പൊളിച്ചടിക്കണോ? ഓക്കെ. നല്ല അടക്കം ഒതുക്കുള്ള പെണ്ണായിരിക്കണം. സോഷ്യൽ മീഡിയ പാടില്ല. പിന്നെന്താ നമ്മള് പറയുന്നെല്ലാം കേട്ട് ജീവിക്കണം. ഇതിലെന്താ തെറ്റ്? ഞാൻ എന്റെ സങ്കല്പം ആ അടക്കം ഒതുക്കുമായിരിക്കണം. 5 നേരം നിസ്കരിക്കണം. മുടി എന്തോരം വേണം? മുടിയിലൊന്നും ഞാൻ ഇത് പറയൂല. മുടി വേണ്ട. മുടിയല്ല അവരുടെ ഇഷ്ടമല്ല. കാണാൻ എങ്ങനെയായാലും കുഴപ്പമില്ല. ജീവിക്കണം അങ്ങനെ വരക്കണോടത്ത് നിക്കണം. കാണാൻ അത്യാവശ്യം നല്ല ലുക്കെല്ലാം വേണം. വെളുപ്പ് വേണം. പിന്നെന്താ വിദ്യാഭ്യാസം വേണം. മെയിൻ ആയിട്ട് അടക്കം ഒതുക്കും വേണം. ഇതാണ് മെയിൻ പരിപാടി. അത്രേ ഉള്ളൂ. വേറെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇനി തൊപ്പിയുടെ ഭാവി വധു. ഇനി അഥവാ ഞാൻ ആരെങ്കിലും ആയിട്ട് ഇതാവുകയാണെങ്കിൽ തന്നെ എക്സ്ട്രോവേർട്ട് ആയിരിക്കരുത്, ഇൻട്രോവേർട്ട് ആയിരിക്കണം. എനിക്ക് അറിയില്ല. എനിക്കിപ്പോ എന്താ അങ്ങനത്തെ ഒരു ചിന്ത. അതായത് ഒരു സൈഡ് ക്യാരക്ടർ ആയിരിക്കണം, മെയിൻ ആയിരിക്കരുത്. അങ്ങനെയല്ല മീൻസ് മെയിൻ ആയിരിക്കരുത് മീൻസ് അല്ലല്ല നീ പറഞ്ഞ സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആള് എക്സ്ട്രോവേർട്ട് ആയിരിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരു പാവം ഒരാരോട് സംസാരിക്കാത്ത ഒരു മൂലക്ക് ഇരിക്കുന്നത്. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഞാൻ പറയാ? അല്ല നീ ഉദ്ദേശിച്ചത് അല്ലടാ ഞാൻ പറയുന്നത്. ഇത് എന്റെ സങ്കല്പം വേറെയാ. അത്രേ ഉള്ളൂ. ഒരു ഇൻട്രോവേർട്ട്. എങ്ങനത്തെ കുട്ടീനെ മമ്മൂന് വേണ്ടേ? തട്ടിടണം. തട്ടോടാം. തട്ടോട്ട ഭംഗി വിടും. വേറെ തട്ടോട്ട അയ്യോ ഇതിനി പറ്റ പാട്ടൊന്നും ഇടരുതട്ടാ. മതിയാ? കുറച്ച് മുമ്പോട്ടേക്ക് എന്താണിത്? ഇല്ല തട്ടോടാണ്ട് ഭംഗി. അല്ലല്ല എന്നാലും ചെറിയൊരു ഇതില്ലേ ഓന്റെ സങ്കല്പത്തിലല്ലേ? അത്രേ ഉള്ളൂ. ജാസിനോട് എനിക്കിപ്പോ എന്താണ് ഞാൻ എല്ലാം ഒന്നുമില്ല. കാര്യങ്ങൾ അങ്ങോട്ടേക്ക് മനസ്സിലാക്കുക, വൈബാക്കുക. കുക്കിംഗ് ഒന്നും അറിയണ്ടായിരിക്കും. നീ കുക്ക് ചെയ്യുമല്ലോ. ആ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുക അത്ര തന്നെ. പ്രഷർ ചെയ്യലും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. റാംബോ.
എനിക്ക് ഇവരൊക്കെ പറഞ്ഞ കണക്ക് തന്നെ അഭിപ്രായമില്ല. അങ്ങനെ വരച്ച വരയിൽ ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഓവർ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. ഇല്ല, ഓവർ വെളുപ്പ്, ഓവർ മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ എന്റെ ഇഷ്ടമാണ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും വേണ്ട, എന്നാ ഒരു പാവപ്പെട്ട കൊച്ചായിരിക്കണം. പിന്നെ ബോഡി അങ്ങനെയൊന്നുമില്ല. ഇനി ആള് ഇതാണെല്ലാരും ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നു അതിന്റെ സങ്കല്പം. അതിൽ പെണ്ണാവണമെന്ന്. നല്ല ലോയലായിട്ടുള്ള പെണ്ണാണോ? ലോയലായിട്ടുള്ള സ്കിബിഡിയാന്ന് വെച്ചാ സ്കിബിഡി ആയിക്കോട്ടെ. പിന്നെ തന്നെ കെയർ ചെയ്യണം. അത് വേണ്ടേ? അത് വേണം. പിന്നെ നല്ല കുട്ടിയായിരിക്കണം, ഈമാനി ആവണം, ആ ദീനി ദുനിയാവിലുള്ളേ അങ്ങനെ ആവണം. നല്ലതല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഇത്ര തന്നെ. പിന്നെ നല്ലൊരു കുട്ടിയാ മതി. എന്താ വിളിക്കേണ്ടത്? അന്യാ ആതിരി ആദിലേന്ന് വിളിച്ചാ മതി. അങ്ങനത്തെ വേണ്ട. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നീ ദർസി പഠിച്ചതാണോ? ആ കഥ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പഠിച്ചിന് 6 കൊല്ലം ദർസിലെന്ന് പഠിക്കുമ്പോ ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ഫസ്റ്റ് എത്തിങ്ങാനല്ല പഠിക്കുന്നത്. ഞാൻ കുപ്പിയില്ല, ഒന്നാമത്തെ കാര്യം ഒഴിവാക്കി പോയതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിങ്ങാനല്ല പഠിക്കുന്നത്. അപ്പൊ എത്തിങ്ങാന്ന് ഞാൻ 3 പ്രാവശ്യം ചാടി. അല്ല, എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. ഒരു ഹോസ്റ്റൽ പോലെ, ജയില് പോലെയല്ലേ സംഭവം. കാരണം മതിലിനപ്പുറം ബോറ്, അങ്ങനത്തെ എന്തെല്ലോ കുഴപ്പമുണ്ട്. അവിടെ തന്നെ 6 വരെ പഠിച്ച്. പിന്നെ ദർസ് പഠിക്കാനുള്ള എന്റെ നാട്ടിൽ തന്നെ ഒരാള് ദർസ് കൊണ്ടാക്കി. ആടന്നും കുറെ ചാടി. ആടന്ന് 4-5 പ്രാവശ്യം ചാടി. അടിയെല്ലാം കിട്ടീന് കുറെ അടി. ഫീഡ് ആനക്കാട് ഒരു ഇതില്ല, ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഫുഡിന് ടൈമിന് ഫുഡ് കിട്ടും. അതായത് ആരോട് അങ്ങനെയല്ല, അതായത് നമുക്ക് ആരോട് സംസാരിക്കാനൊന്നും പറ്റൂല. ആടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. ഇല്ല, പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. അവിടെ 6 കൊല്ലം പഠിച്ച് 10ാം ക്ലാസ് പഠിച്ചു. ഞാൻ 10 വരെ പോയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം എവിടെയും പോയിട്ടൊന്നുമില്ല. എനിക്ക് പഠിക്കേണ്ട ഒരു ഇതുമില്ല, താല്പര്യമില്ല. ഇപ്പോഴും നിനക്ക് ദർസിലെ എല്ലാ കാര്യങ്ങളും അറിയോ? എങ്ങനാ മീൻസ് ഓതാനും എല്ലാം? എല്ലാം അറിയാം. എല്ലാം അറിയാം. ബയാട്ടാക്കില്ല പഠിച്ചില്ല? മറ്റേ ഹാഫ്ലാൻ പഠിച്ചാണോ? ഹാഫ്ലാൻ ഇല്ലില്ല, ഹാഫ്ലാൻ പഠിച്ചില്ല. പോയി ആർന്നും ചാടി. ഞാൻ എല്ലാ സ്ഥലത്തും ചാടലാണ്. പിന്നെന്ന് വെച്ചാല് കിതാബല്ലോ, ഒന്നാമത് ഇവിടുന്ന് ഇറങ്ങേണ്ട റീസൺ വെച്ചാല് കിതാബ് പോകുന്നിടയ്ക്ക് ഞാൻ KGF റിലീസായി. അമ്മാതിരി പിരാന്താ സിനിമയിലേക്ക് ഇതാക്കുന്ന തന്നെ. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം? നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഇത് പറയട്ടെ, കിതാബിൽ ഓർന്നെടുക്കാന്ന് അന്നാണ് KGF റിലീസാകുന്ന ദിവസം, അതായത് 2 ആണ്. കിതാബിൽ ഓർന്നെടുക്ക് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് മൂത്രിക്കാൻ പോകണം പറഞ്ഞു. പോയിട്ട് പോകുമ്പോതേ ഞാൻ പോയത് ഓർമ്മയില്ലോ. അതേത് തലയെ കെട്ടുണ്ട് എനിക്ക് ജുബലിൽ ഇട്ടിച്ചവന് പോകുമ്പോ കൊത്തിത്താ കൊണ്ടേന് ഗെയിമില്. അത് അവിടെ തന്നെ വെച്ച്, അത് താഴെ ഓണം കരക്കി വെച്ച് ഓടി. അതായത് 2 കിലോമീറ്റർ അപ്പുറമാണ് തിയേറ്റർ. അവിടെ പോയി പടം കണ്ട്, നാട്ടിലത്തെ കമ്മിറ്റിക്കാരാട്ടം കണ്ട്, കമ്മിറ്റീന്റെ മോനാട്ടം കണ്ട് പറഞ്ഞ് മൊത്തം കുഴപ്പമായി. നാട്ടിൽ നിന്ന് എല്ലാവരും ഉമ്മയെല്ലാം അറിഞ്ഞ് എല്ലാവരും അടി ഇതെല്ലാം ആയി. അടി എന്ന് വെച്ചാൽ ഉസ്താമാർ അടിച്ച് നല്ല അടിയാണ്. പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ദർസിലും ഞാൻ കുറച്ച് 6 കൊല്ലം പഠിച്ചിട്ടില്ല, 1-2 കൊല്ലം ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്. നല്ല അടിയായിരിക്കും. അടിക്കും, അല്ലാണ്ട് അടിക്കും ഇവര്, എന്തെങ്കിലും. അതായത് പഠിപ്പിക്കും. ഈ ഉറങ്ങുമ്പോ തന്നെ എണീക്കുമ്പോ ലാത്തിനെ കൊണ്ട് തന്നെ മൊത്തം അടിക്കുക. അതായത് ഉറക്കത്ത് രാവിലെ ഒരു നമുക്ക് പറഞ്ഞാൽ ഈ പൊലച്ചക്ക് എണീക്കൽ എന്ന് പറഞ്ഞാൽ അതിലേക്കാളും പാടുള്ള ഒരു കാര്യമില്ല അല്ലെ. അരങ്ങ് പൊലച്ചക്ക് എണീക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നീ എത്ര മണിക്ക് എണീക്കല്? 5 മണി. ഞാൻ 5 മണിക്കൊക്കെ എണീക്കാം. എന്തിന്? വെറുതെ നിസ്കരിക്കുവോ?
ഞാൻ നിസ്കരിക്കാറില്ല. ശരിക്കും? ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ തല്ലിട്ടിട്ടുണ്ട് ആണോ? അരങ്ങേറ്റത്തിന് ആ അമ്പലത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മദ്രസ പോലെ അല്ല, ദർസ് എന്ന് പറഞ്ഞ വേറെ തന്നെ. ദർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കടന്ന് ഉറങ്ങണം. ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഒരു 100-100 പിള്ളേർ. അപ്പൊ ഇവര് പറഞ്ഞ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരും. അല്ലല്ല എണീക്കൽ തന്നെ ബുദ്ധിമുട്ടാണ്. അതിന്റെ പേര് അടിച്ചിട്ട് നമ്മൾ ആ എണീപ്പിക്കും. അടിച്ചിട്ട് എണീപ്പിക്കുക. അതായത് വെള്ളം ഒഴിച്ചിട്ടും വെള്ളത്തിന് മുകളിൽ അടിച്ചിട്ടും സ്പ്രേയിൽ ഇങ്ങനെ അടിക്കും മുഖത്തേക്ക്. നമുക്ക് തന്നെ ഉസ്താനെ കയറി അങ്ങ് അടിക്കാൻ തോന്നുന്നു മൂക്കിന്. പക്ഷെ അല്ല, ഭയങ്കര torture ആയിരുന്നു അവരുടെ. ഭയങ്കര ടോർച്ചർ അവസ്ഥയാണ്. ആ ഒരു ബുദ്ധിമുട്ടേ പിന്നെ ചരിത്രം കീനി ആ ദർസല്ലോ ഇനി ആടുന്നങ്ങ് ശാന്തമായി മനസ്സ്. പിന്നെ വെച്ചാൽ ഈ സിനിമേന്റെ വേക്കിലെല്ലാം കുറെ പോയി. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ കുറെ മുഖെല്ലാം കാണിച്ച കുറെ സിനിമയിലുണ്ട്. ഏത് സിനിമയാ? ഇവർക്ക് എന്താണ് പ്രിൻസില് അതേപോലെ ഒരു ജാതി ഇപ്പൊ എത്ര പടം കഴിഞ്ഞു? എത്ര പടം കഴിഞ്ഞു? ശ്രദ്ധിക്കപ്പെടാത്ത എത്ര പടം കഴിഞ്ഞു? അല്ല ചോദിക്കട്ടെ, എത്ര പടം കഴിഞ്ഞു? പടം കഴിഞ്ഞ് കൊറേ അങ്ങനെ കൊറേ പടം അല്ല എത്ര പടം കഴിഞ്ഞു? ഒരു 5-8 പ്രിൻസ് ആൻഡ് ഫാമിലി, ഒരു ജാതി ജാതകം, ചാവേർ അങ്ങനത്തെ ചാവേറ്, കൊറേ സിനിമകളിലുണ്ട്. കൊറേ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അല്ല ഇവന്റെ ആഗ്രഹം എന്തായാലും നടക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പൊ വരുന്നത് മൊത്തം ചെറിയ ചെറിയ റോൾസ്. അതുകൊണ്ട് ഞാൻ ഇവനോട് പോണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം വെറുതെ ആദ്യം ചിലപ്പോ ഇവനെ കാത്തിക്കുന്നത് വലിയൊരു നല്ലൊരു വേഷമായിരിക്കും. ചിലപ്പോ ഒരു നായക വേഷം പറയാൻ പറ്റില്ല. അതും കുട്ടികളെ സിനിമയിൽ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരെ എന്തെങ്കിലും സിനിമയിൽ ഒരു നായക വേഷം തന്നെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സഹനടന്റെ വേഷം തന്നെ കിട്ടിയേക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണ്ടെന്ന് ഞാനാ പറഞ്ഞത്. വെറുതെ ആ ഒരു ഇതാക്കണ്ട. ഇപ്പൊ വിളിക്കുന്നുണ്ട്, ഇപ്പൊ കോണ്ടാക്റ്റിലുണ്ട് അവരായിട്ട്. ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോണ്ടെന്ന് പറഞ്ഞുള്ളത് കാരണം നല്ലൊരു റോള് കിട്ടിയാൽ മാത്രമേ ഇനി ഇറങ്ങിയാൽ മതി. കാരണം ഇവനിപ്പോ ഒരു ഇതിലേക്ക് ഇങ്ങനെ കേറി വരുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ അറിയുന്നുണ്ട്. ഇപ്പൊ ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ട് ഇറങ്ങിയാൽ തന്നെ ഞാൻ കഴിഞ്ഞ പിന്നെ ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന്റെ ക്രൗഡ് മൊത്തം ഒച്ചപ്പാടും മകളും ആക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഫാൻസായി.